മുഹറം മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് താസുആയും ആശുറായും. അതുകൊണ്ട് മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് വളരെ പുണ്യമുള്ള ഒരു സുന്നത്താണ്. മുഹറം 9, 10 നോമ്പുകളുടെ നിയ്യത്തുകളാണ് പറയുന്നത്. മുഹറം 9 നോമ്പിൻ്റെ നിയ്യത്ത്. മുഹറം 9 നോമ്പിൻ്റെ നിയ്യത്ത്. നവൈതു സൗമ അദിൻ അൻ അദാഇ സുന്നത്തി താസുആ ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ വർഷത്തെ താസുആ മുഹറം 9 സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നാളെ അനുഷ്ഠിക്കുവാൻ ഞാൻ നിയ്യത്ത് ചെയ്യുന്നു. മുഹറം 10 നോമ്പിൻ്റെ നിയ്യത്ത്. നവൈതു സൗമ അദിൻ അൻ അദാഇ സുന്നത്തി ആശുറാ ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ വർഷത്തെ ആശുറാ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നാളെ അനുഷ്ഠിക്കുവാൻ ഞാൻ നിയ്യത്ത് ചെയ്യുന്നു. റമദാനിൽ വിട്ടുപോയ ഫർള് നോമ്പുകൾ ഖളാ ആയി പിടിക്കുന്നതിനും ഈ സുന്നത്ത് നോമ്പ് കൊണ്ട് സാധിക്കും. അതിനാൽ റമദാനിൽ ബാക്കി വന്ന നോമ്പുകൾ ഈ ദിവസങ്ങളിൽ ഖളാ ചെയ്യാം. ഖളാ ചെയ്യുമ്പോൾ ആ നോമ്പിന് വ്യക്തമായി നിയ്യത്ത് ചെയ്യണം. നിയ്യത്താണ് നവൈതു സൗമ അദിൻ അൻ ഖളാഇ ഫർള് റമദാനി ലില്ലാഹി തആല. അല്ലാഹുവിനു വേണ്ടി റമദാനിലെ ഫർള് നോമ്പിൻ്റെ ഖളാ നാളെ ഞാൻ നോൽക്കാൻ നിയ്യത്ത് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. മുഹറം മാസത്തിലെ ഈ നോമ്പുകൾ മുൻവർഷത്തെ ചെറിയ പാവങ്ങൾക്ക് വരെ പരിഹാരമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ നോമ്പുകളും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ.